നമസ്കാരം. ഉത്തരത്തിലേക്ക് സ്വാഗതം. ഇത് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ കാഴ്ചയാണ്. മൂന്നാം വട്ടം മത്സരിക്കാനിറങ്ങിയ ശശി തരൂർ നടത്തുന്ന റോഡ് ഷോ. 2009 മത്സരിക്കാനിറങ്ങുമ്പോൾ കോൺഗ്രസ്സുകാർ തന്നെ തരൂരിനൊരു വലിയ വെല്ലുവിളിയായിരുന്നു. 2014 കുറച്ച് മാറ്റം വന്നു. 2019 കുഴപ്പമില്ലാതെ കടന്നുപോയി. 2024 വരുമ്പോൾ തരൂരിനു പിന്നിൽ ആളുമില്ല, ആരവുമില്ല. ആ തുറന്ന വാഹനത്തിനകത്ത് 2-3 പേരുടെ അകമ്പടി മാത്രമാണ്. മറിച്ച് തരൂരിൻ്റെ പ്രധാന എതിരാളിയായ രാജീവ് ചന്ദ്രശേഖരൻ്റെ ആളും ആരവവും തിരുവനന്തപുരം നഗരത്തെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് പലപ്പോഴും പലരുടെയും പ്രവചനങ്ങളെ തെറ്റിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് പോകുന്നു എന്ന് പറയാൻ ഇടയാക്കുന്നത്. തിരുവനന്തപുരത്ത് പ്രവചനവും സർവേയും ഒക്കെ രാജീവ് ചന്ദ്രശേഖറിന് എതിരായിട്ടാണ് ചിലരുടെ പറച്ചിൽ. പക്ഷേ അതെല്ലാം തിരുത്തിക്കുറിച്ചുകൊണ്ടുള്ള കാഴ്ചയാണ് തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ കാണുന്നത്. പന്ന്യൻ രവീന്ദ്രൻ എന്തായാലും 3-ാം സ്ഥാനം തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ്. CPI ഏറെക്കാലമായിട്ട് 3-ാം സ്ഥാനത്താണല്ലോ നിൽക്കുന്നത്. ഈ 3-ാം സ്ഥാനം പോകും എന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് പന്ന്യൻ തുടക്കത്തിൽ തന്നെ മത്സരത്തിനില്ല എന്ന് പറഞ്ഞത്. ഒടുവിൽ പാർട്ടിയുടെ നിർബന്ധം കാരണം അദ്ദേഹം മത്സരിക്കാൻ ഇറങ്ങിയതാണ്. എന്തായാലും രാജീവ് ചന്ദ്രശേഖറും ശശി തരൂരും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരം തന്നെയാണ് തിരുവനന്തപുരത്ത് കാണുന്നത്. അങ്ങനെ ആളൊഴിഞ്ഞ ഇടങ്ങളിലൂടെ ആളും ആരവവുമില്ലാതെ തരൂർ കടന്നു പോകുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തിൻ്റെ ഒരു വികസന നായകനായി മുന്നേറാനുള്ള സകല സാധ്യതകളുമാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ കിട്ടിയ ചില ദൃശ്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്.